ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിപ്പോൾ ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്, ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇന്നിപ്പോൾ ചാനലിൽ കാണിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ബീഫ് വയ്ക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് ബീഫ് കുക്കറിലാക്കിയിട്ട് നന്നായിട്ട് കഴുകി വാരിയ ബീഫ് കുക്കറിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് അതിന് ശേഷം ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. മസാലപ്പൊടികൾ വരുന്നത് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പയ്യെ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. നമ്മൾ അധികം ഇതിലേക്ക് വെള്ളം കാര്യമായിട്ട് ഒഴിക്കുന്നില്ല, കാരണം ഓൾറെഡി അതിൽ ബീഫിൻ്റെ ആണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് അതിൽ വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മളത് കുക്കർ അടച്ചു വയ്ക്കുകയാണ്. ഞങ്ങളൊരു 6 വിസിൽ വരെയാണ് വെയിറ്റ് ചെയ്തത് കേട്ടോ. 6 വിസിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ പയ്യെ ഇറക്കി വയ്ക്കുക. ഇറക്കി വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടപ്പുറത്തെ സ്റ്റൗവിലേക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് തൊട്ടപ്പുറത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നല്ല രീതിക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പയ്യെ അത് ടോട്ടൽ 6 വിസിലായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ. 6 വിസിൽ എന്തായാലും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലെ 6 വിസിൽ വന്നിട്ട് പയ്യെ നമ്മൾ തൊട്ടപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു സിമ്മിലിട്ടിട്ട്. പിന്നെ നമ്മൾ ഈ കുക്കറിൽ ഇട്ട ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ സവോളയ്ക്ക് പുറമെ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുള്ളി. അത് നമ്മൾ അരിയാണ്ടാണ് ഇട്ടത്, നന്നാക്കിയിട്ട് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്തത്. അതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്കുള്ളൊരു ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവോള, പിന്നെ കറിവേപ്പില ഇത്ര ഐറ്റംസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളിയാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ, അതിൽ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസാണ് നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ ഒരു നന്നായിട്ട് തക്കാളി വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ കുക്കറിലെ കുറച്ച് ഗ്രേവി നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കുക്കറിലിരിക്കുന്ന ബീഫിൻ്റെ ഗ്രേവി കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പയ്യെ സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല സൂപ്പർ കറിയായിരുന്നു, പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ മുളക് യൂസ് ചെയ്യും. അപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഈ ഒരു കറി വന്നിട്ട്. വളരെ എളുപ്പമാണ്, നമുക്കൊരു ഹാഫ് അവർ കൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പഴംപൊരിയുടെ ഒപ്പം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ?